ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 32-ാം വാക്യം. നിയമത്തിനു വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തെ അറിയുക. ഇന്നത്തെ ടൈറ്റിൽ ദൈവശാസ്ത്ര പഠനം എന്നുള്ളതാണ്. പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നും, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. എന്നാൽ ദൈവത്തെ അറിയുക, അതിനുവേണ്ടി ഒരു ശാസ്ത്രം വിഭാഗം ഉണ്ട്, ദൈവശാസ്ത്രം എന്ന്, തിയോളജി എന്ന് നമ്മൾ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 14-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ലോകത്തിൽ നിരവധി ശാസ്ത്രങ്ങളുണ്ട്. ആ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ദൈവം സൃഷ്ടിച്ചതിനെക്കുറിച്ച് പഠിക്കുന്നതാണ്. നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാവുന്നതുമായ പല കാര്യങ്ങൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾ എല്ലാം നടത്തുന്നു. അത് എല്ലാ മേഖലയിലും, ശാസ്ത്ര, സാങ്കേതിക, ആരോഗ്യ മേഖലകളിലെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നിന്നുള്ള കണ്ടുപിടുത്തങ്ങളാണ്. ഓരോ മേഖലയ്ക്ക് അതനുസരിച്ച് ഓരോ പേര്, ഓരോ ശാസ്ത്രത്തിൻ്റെ പേര്, ഗണിതശാസ്ത്രമെന്നോ അല്ലെങ്കിൽ ഫിസിയോളജി, അനാട്ടമി, ഇങ്ങനെ ഓരോ സോഷ്യോളജി, ഇങ്ങനെ നിരവധി ശാസ്ത്ര മേഖലകൾ നമുക്കറിയാം ലോകത്തിലുണ്ട്. അപ്പോൾ ദൈവത്തെ അറിയുവാനായി അതൊരു ക്രമീകൃതമായ ഒരു പഠനത്തിനാണ് ഈ ദൈവശാസ്ത്ര പഠനത്തിൻ്റെ ആവശ്യകത. പലപ്പോഴും അപ്രകാരമുള്ള ക്രമീകൃത പഠനമില്ലായ്മ മൂലം നിരവധി ദുരുപദേശങ്ങൾ പ്രസംഗിക്കപ്പെടുന്നു. ഒരു വാക്യത്തിൻ്റെ ഒരറ്റമോ ഒരു ശകലമോ മാത്രമോ വ്യാഖ്യാനിച്ച് അതൊരു ദുർവ്യാഖ്യാനത്തിലൊക്കെ പോവുകയും അതുകൊണ്ട് പലപ്പോഴും അനേകരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു, വിശുദ്ധി നഷ്ടപ്പെടുന്നു, പ്രത്യാശ നഷ്ടപ്പെടുന്നു. ഇന്ന് വിവിധ സഭകൾക്കുണ്ടായിരിക്കുന്ന ആത്മീയമായ അപജയത്തിൻ്റെ ഒരു പ്രധാന കാരണം ദൈവവചനം ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ദൈവത്തെ ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് കുറേ പേർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ഏവർക്കും ലഭ്യമായ ഒരുപാട് സോഴ്സസ് ഉണ്ട്. അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനമുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നു, അറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ ദൈവികമായ വെളിപ്പാടിലൂടെ മാത്രമേ ദൈവത്തെ നമുക്ക് അല്പമെങ്കിലും മനസ്സിലാക്കാനായി കഴിയത്തുള്ളൂ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ, അതായത് യേശു ക്രിസ്തു
അവന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പൊ യേശു കർത്താവ് ഈ ഭൂമിയിൽ വരുമ്പോൾ തന്റെ ദൗത്യങ്ങളിൽ ഒരെണ്ണം ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവത്തെ വെളിപ്പെടുത്തുക. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ വിവേകം തന്നു എന്നും നാം അറിയുന്നു. അപ്പൊ സത്യദൈവത്തെ അറിയാം, സത്യദൈവത്തെ അറിയാം. ഈ ദൈവം എന്ന് ഉപയോഗിക്കുന്ന ആർക്കും ഒരു കുഴപ്പമില്ല. കാരണം എല്ലാവരും ദൈവവിശ്വാസികളാണ്. ദൈവവിശ്വാസം ഇല്ലാത്തവരെ നിരീശ്വരവാദികളെന്ന് പറയും. പക്ഷേ ഈ സത്യദൈവത്തെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ യേശുക്രിസ്തു വരുന്നതിന് മുമ്പേ ദൈവത്തെക്കുറിച്ച് അറിവില്ലായിരുന്നോ? പിന്നെ എങ്ങനെയാണ് ഈ സങ്കീർത്തനങ്ങളൊക്കെ ഉണ്ടായത്, പ്രവാചക പുസ്തകങ്ങളൊക്കെ ഉണ്ടായത്? അപ്പോൾ അതിനെക്കുറിച്ച് തിരുവചനം പറയുന്നത് എബ്രായർക്ക് ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യമാണ്. എബ്രായർക്ക് ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം, ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ പഴയ നിയമ കാലഘട്ടം എന്ന് പറയുമ്പോൾ അവിടെ ഭാഗികമായ വെളിപ്പാടുകൾ മാത്രമേ ഉള്ളൂ. പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു. അതുപോലെ തന്നെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരോട് ദൈവം നേരിട്ട് സംസാരിച്ചു. മോശയോട് ദൈവം നേരിട്ട് സംസാരിച്ചു. എന്നാൽ പൂർണ്ണമായതൊന്നും അവിടെ വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല. എന്നാൽ യേശു കർത്താവ് വന്നപ്പോൾ സത്യദൈവത്തെക്കുറിച്ച് പൂർണ്ണമായൊരു വെളിപ്പാട് അത് താൻ നൽകി. അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാനായി യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പോലും കഴിഞ്ഞത് അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോഴാണ്. അപ്പോൾ ഈ ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ദൈവവചന പഠനത്തിന് നമ്മെ കുറച്ചുകൂടെ ഉത്സാഹമുള്ളവരാക്കി തീർക്കും. അതിൽ ഒന്നാമത്തേതാണ് വേദശാസ്ത്രം. ദൈവശാസ്ത്രം, ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നത്. വേദശാസ്ത്രം അത് ബിബ്ലിയോളജി, വേദപുസ്തകത്തെക്കുറിച്ച് പഠിക്കുന്നതാണ്. പിന്നെ ക്രിസ്റ്റോളജി, അത് ക്രിസ്തുവിനെ കുറിച്ച് അറിയുക. നമുക്കറിയാം യേശു ക്രിസ്തുവാണ്. 3.5 വർഷക്കാലത്തെ യേശുവിൻ്റെ ശുശ്രൂഷയിൽ ജനം യേശുവിനെ വിശ്വസിച്ചു. പക്ഷേ യേശു ക്രിസ്തുവാണ്, അവർ കാത്തിരുന്ന മശീഹാണെന്ന് അവർ അംഗീകരിച്ചില്ല. അവർ ക്രൂശിച്ചത് ക്രിസ്തുവിനെയാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ക്രിസ്തുശാസ്ത്രം. അടുത്ത് ന്യൂമറ്റോളജി, പരിശുദ്ധാത്മശാസ്ത്രം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായി പഠിക്കുന്ന ശാസ്ത്രമാണത്. ഏഞ്ചലോളജി, ദൂതശാസ്ത്രം, ദൂതന്മാരെ കുറിച്ചുള്ള പഠനം. അതിൻ്റെ തന്നെ മറ്റൊരു വിങ്ങാണ് ഡെമണോളജി, അത് ഭൂതശാസ്ത്രം. ഏഞ്ചിയോളജി ദൂതന്മാരെ കുറിച്ചാണെങ്കിൽ ഡെമണോളജി ഭൂതങ്ങളെക്കുറിച്ചുള്ളതാണ്, വീണുപോയ ദൂതന്മാരെ കുറിച്ചുള്ള, പിശാചും അവൻ്റെ ദൂതന്മാരെ കുറിച്ചുള്ള പഠനമാണ്. അതുപോലെ തന്നെ അടുത്തൊരു ശാസ്ത്രമാണ് ആന്ത്രോപോളജി, നരവംശാസ്ത്രം. മനുഷ്യൻ്റെ ഉത്ഭവം, അവൻ്റെ മറ്റു മുന്നോട്ടുള്ള ആ കാലങ്ങളെക്കുറിച്ചും അവരുടെ വാസങ്ങളെക്കുറിച്ചും ഭാഷയെക്കുറിച്ചുമെല്ലാം. അടുത്തുള്ളതാണ് ഹമാറ്റോളജി, പാപത്തെക്കുറിച്ചുള്ള ശാസ്ത്രം, പാപശാസ്ത്രം. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ അടുത്ത് കാണുന്നതാണ് എക്ലീഷ്യോളജി, സഭാശാസ്ത്രം. ഒടുവിലായി എസ്കറ്റോളജി, അന്ത്യകാല ശാസ്ത്രം, മരണാനന്തര ജീവിതം, പുതിയ ആകാശം, പുതിയ ഭൂമി, സഭയുടെ ഭാവി, ഇതിനെക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്നത്. ഇങ്ങനെ വേദപുസ്തകത്തെ നമ്മൾ പഠിക്കുമ്പോൾ, തിയോളജി പഠിക്കുമ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. ഈ വിഷയങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ക്രിസ്തീയ ജീവിതം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസമുണ്ടാകും, സംശയങ്ങളുണ്ടാകും, പിന്മാറ്റമുണ്ടാകും. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറപ്പുള്ളവരായി തീരണമെങ്കിൽ
അത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് നമ്മുടെ ആത്മീയജീവിതത്തിന് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് ദാനിയേൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അപ്പോൾ ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ എതിരായി പ്രവർത്തിക്കുന്ന ഒരുവനെ കൂടെ മനസ്സിലാക്കണം. ഇന്ന് പല മുഖ്യധാരാ സഭകളിലും ഈ സാത്താൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാറില്ല, പിശാചിനെ കുറിച്ചൊന്നും പറയാറില്ല. നമ്മുടെ ദൈവമക്കളുടെ ഏറ്റവും വലിയ ശത്രു, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു പിശാചാണ്. അവന് ദൈവമെന്ന് നടിക്കുവാനായി കഴിയുമെന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കാം, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമോ എന്ന് പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ് പിശാച്, അധർമ്മമൂർത്തി. അവൻ ഇതുവരെ വെളിപ്പെട്ട് വന്നിട്ടില്ല. അധർമ്മമൂർത്തിയുടെ വെളിപ്പാട് ഉണ്ടാകത്തിന് കാരണം തൊട്ടടുത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞെന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അധർമ്മത്തിന്റെ മർമ്മം, പിശാചിന്റെ ശക്തി ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴി നീങ്ങിപ്പോകണം. കാരണം പരിശുദ്ധാത്മാവ് ഇപ്പോൾ ക്രിസ്തുവിന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവന് വെളിപ്പെട്ട് വരാൻ പറ്റുന്നില്ല. പക്ഷേ അവന്റെ പ്രവൃത്തികളെല്ലാം അവന്റെ ശക്തിയോടെ അവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അധർമ്മമൂർത്തി, നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ദൈവം ഫറവോന്റെ അടിമത്തിൽ നിന്ന് പുറപ്പെടുവിക്കാനായി മോശയെ ദൈവം ഉപയോഗിക്കുകയാണ്. മോശ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം പ്രത്യക്ഷനായത്. ആ സംഭവമെല്ലാം നമുക്കറിയാം. അപ്പോൾ മോശ ഫറവോന്റെ അടുക്കൽ ചെന്നപ്പോൾ ദൈവം ചിലത് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ നോക്കുക, അവിടെ അന്ധകാരത്തിന്റെ ശക്തികൾ എപ്രകാരം പ്രവർത്തിക്കുന്നുവെന്ന്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 10, 11, 12. പുറപ്പാട് 7, 10, 11, 12. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെ മുൻപാകെ നിരത്തിട്ടു. അഹരോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെ മുമ്പാകിട്ടു. അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു. അപ്പൊ അത് കണ്ടിട്ടൊന്നും ഫറവോൻ ഇളകിയില്ല. നോക്കണേ, ഉടനെ ആ ദേശത്തുള്ള സകല ക്ഷുദ്രക്കാരെയും മന്ത്രവാദികളെല്ലാം വിളിച്ചു. ഇസ്രായേലിലെ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവരുടെ വടി ഇട്ടപ്പോ അതും പാമ്പായി. പക്ഷേ അവർ ഓരോരുത്തർ താങ്കാന്റെ വടി നിലത്തിട്ടു, അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. അഹരോന്റെ വടി അവരുടെ വടികളെല്ലാം വിഴുങ്ങി. അഹരോന്റെ കയ്യിൽ പിന്നെയും വടിയുണ്ടായിരുന്നു, പക്ഷെ മന്ത്രവാദികളുടെ വടി പോയി. വീണ്ടും നോക്കാം, 8-ാം അധ്യായം 18-ാം വാക്യം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യം. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു. അവർക്ക് കഴിഞ്ഞില്ല താനും. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട് മോശയോട് ദൈവം പറഞ്ഞു, നീ നിലത്ത് നിന്റെ വടി കൊണ്ട് അടിക്കുക, അപ്പോൾ ആ പൊടിയിൽ നിന്ന് പേനുണ്ടാവും. പക്ഷെ ഫറവോന്റെ മന്ത്രവാദികളും അതിനുവേണ്ടി ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ പിശാച് ചില കാര്യങ്ങളൊക്കെ ചെയ്യും, എല്ലാം അവന് ചെയ്യാനായി കഴിയത്തില്ല. അവൻ ദൈവമെന്ന് അഭിനയിക്കുന്നവനാണ്. അവനെന്തൊക്കെ കഴിയുമെന്ന് അവൻ അഭിനയിക്കുന്നു, കുറേ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നു.
അപ്പൊ ഇവിടെയാണ് യഥാർത്ഥ ജീവനുള്ള സത്യ ദൈവത്തെ നാം നന്നായി അറിയേണ്ടതിൻ്റെ ആവശ്യകത. സിനിമാ നടനായ കമലഹാസൻ ഇപ്രകാരം പറഞ്ഞു പോലും, നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഗോഡ് ഈസ് ദ ഗ്രേറ്റ് ക്രിയേഷൻ ഓഫ് മാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് ദൈവം. നാം പറയാറുള്ളത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് മനുഷ്യൻ. പക്ഷെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് ദൈവം. നോക്കാം എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ ഇടവന്നു. റോമർക്ക് ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. അതെ, പിശാച് മനുഷ്യനെ കൊണ്ട് ദൈവത്തിൻ്റെ ചിന്തയെക്കുറിച്ച് മാറ്റം വരുത്തി. അത് ഇവിടെ തുടങ്ങിയൊന്നും അല്ല. അഹരോന്റെ സമയത്ത്, മോശയുടെ കാലത്ത്, മോശ കൽപ്പന വാങ്ങാൻ പോയപ്പോൾ വരുന്നതിന് താമസം കണ്ടപ്പോൾ അവിടെയാണ് തുടങ്ങിയത് വിഗ്രഹാരാധന. കാളയുണ്ടാക്കി ഇതാണ് നമ്മളെ മിസ്രയീമ്യരുടെ അടിമത്തു നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ് അതിൻ്റെ മുമ്പിൽ ഡാൻസ് കളിക്കാനും തിന്നാനും കുടിക്കാനും തുടങ്ങി. 3000 പേരാണ് അന്ന് മരിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അന്ന് 3000 പേർ രക്ഷിക്കപ്പെട്ടു. ഓക്കെ, ആ ഭാഗം ഒന്ന് വായിക്കാം. റോമർക്ക് ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. നോക്കാം അടുത്ത വാക്കുകളെ. ദൈവം ആരാണ്? ദൈവം അക്ഷയനാണ്, ദൈവം തേജോമയനാണ്. ഒരു ചിത്രകാരനും ദൈവത്തെ വരയ്ക്കാനായി കഴിയത്തില്ല, ദൈവത്തിന്റെ പടം വരയ്ക്കാൻ കഴിയത്തില്ല. ദൈവം വയസ്സാകുന്നവനല്ല, ദൈവം ക്ഷയമില്ലാത്തവനാണ്, അക്ഷയനാണ്. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ജ്ഞാനികളെന്ന് പറഞ്ഞവർ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർ എന്ത് ചെയ്തു? അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യത്തിലാക്കി മാറ്റി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. അതുകൊണ്ട് ദൈവം അവരെ അശുദ്ധിയിലേൽപ്പിച്ചു. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനല്ലേ അവർക്കിഷ്ടം. അവരുടെ രീതിയിൽ ദൈവത്തെ ഉണ്ടാക്കിയില്ലേ, ദൈവം അങ്ങ് ഏൽപ്പിച്ചു. എന്നിട്ട് അടുത്തൊരു വാക്യമുണ്ട്, ദൈവത്തിന്റെ സത്യത്തെ അവർ വ്യാജമാക്കി മാറ്റി. ദൈവത്തിന്റെ സത്യം, മനുഷ്യൻ സത്യം എന്ന് പറയുന്നതെല്ലാം സത്യമായിരിക്കില്ല. മനുഷ്യൻ പറയുന്നത് ശരിയെന്ന് നമുക്ക് തോന്നും, തെറ്റെന്ന് നമുക്ക് തോന്നും. പക്ഷെ സത്യം ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ സത്യം. അതുകൊണ്ട് അവർക്ക് സ്വന്തം ഇഷ്ടം പോലെ ജീവിക്കാനായിട്ട് ദൈവം അങ്ങ് അവരെ കൈവിട്ട് കളഞ്ഞു, അശുദ്ധിയിൽ ഏൽപ്പിച്ചു. മാത്രമല്ല 28-ാം വാക്യത്തിൽ മറ്റൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ് ദൈവം എങ്ങനെയുള്ളവനാണ്, ദൈവത്തിന്റെ സ്വഭാവം എന്താണ്, ദൈവത്തിന്റെ സവിശേഷത എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തതിനാൽ ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിലേക്ക് ഏൽപ്പിച്ചു. എത്ര ഭയാനകരമായ ഒരു കാര്യമാണല്ലേ. അപ്പോ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു, ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി, നാം ആരാണെന്ന് വെളിപ്പെടുത്തി, താൻ കാൽവരി ക്രൂശിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഇതൊക്കെ സംഭവിച്ചിട്ടും അവർ ദൈവത്തിന്റെ സത്യത്തെ അവർ വ്യാജമാക്കി. ദൈവം അവരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് നമ്മുടെ കാര്യം മാത്രം നടന്നാൽ മതി, അത് എവിടെ നിന്ന് വന്നാലും കുഴപ്പമില്ല, ആര് സഹായിച്ചാലും കുഴപ്പമില്ല, ഏത് ദൈവം സഹായിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആരോടും പിണക്കമില്ല, എല്ലാം ഒന്ന് തന്നല്ലോ. ഇങ്ങനൊരു ചിന്താഗതിയാണ് പുതിയ തരത്തിലുള്ള തിയോളജി, എക്യൂമിനിസം എന്നതിന് ഒരു പ്രത്യേക വാക്കുണ്ട്.
മറ്റു മതവിശ്വാസങ്ങളെയും അംഗീകരിക്കുക, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുക. അപ്പോൾ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുമ്പോൾ മതവിശ്വാസം അല്ല, ഇത് മതവിശ്വാസമല്ല, ഇത് മാർഗത്തെ വിശ്വസിക്കുന്നതാണ്. യേശുക്രിസ്തു ആകുന്ന മാർഗത്തെ വിശ്വസിക്കുന്നതാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. അപ്പോൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതാണ്, പള്ളിയെ വിശ്വസിക്കുന്നതല്ല, ഒരു മതത്തെ വിശ്വസിക്കുന്നതല്ല. ഇവിടെ ആവശ്യം മതസൗഹാർദ്ദമല്ല, മനുഷ്യ സൗഹാർദ്ദമാണ്. സകല മനുഷ്യരെയും സ്നേഹിക്കണം. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ സർവ്വലോകത്തെ സ്നേഹിച്ചു. അതെ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. ഇവിടെ മനുഷ്യനെ മനുഷ്യനായിട്ടേ കാണാവൂ. മതം ദൈവത്തിൻ്റെതല്ല. ഇന്ന് ക്രിസ്തീയ സഭ പോലും മത സൗഹാർദ്ദം എന്ന ഒരു പുതിയ തലത്തിലേക്ക് മാറിപ്പോയി. ഇവിടെയാണ് ദൈവശാസ്ത്രത്തിൻ്റെ ഗൗരവത്തിൽ ദൈവവചനം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് നമ്മൾ അറിയണം. നോക്കുക, ദൈവം പഠിക്കരുതെന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു ദൈവജനത്തോട്. ഏതൊക്കെയാണ് നോക്കാം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 9-ാം വാക്യം. ആവർത്തന പുസ്തകം 18:9. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. വളരെ ഷാർപ്പായിട്ടാണ് പറഞ്ഞത്. നീ അത് അറിയാൻ പോകരുത്. വീണ്ടും യെരമ്യാ പ്രവചനം 10-ാം അധ്യായം 1 മുതൽ 3 വരെ. യെരമ്യാ പ്രവചനം 10:1 മുതൽ 3 വരെ. ഇസ്രായേൽ ഗൃഹമേ, യഹോവ നിങ്ങളോട് അരുളിച്ചെയ്യുന്ന വചനം കേൾപ്പി. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്. ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, രാഹുകാലം, മുഹൂർത്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദൈവജനത്തിന് ബാധകമല്ല. അത് പഠിക്കാൻ പോകരുത്. എന്നാൽ ദയനീയെന്ന് പറയട്ടെ, ഇപ്പോൾ ദൈവശാസ്ത്രം പഠിക്കുന്നതിനോടൊപ്പം അതർ റിലീജിയൻസും പഠിക്കണം. ക്രിസ്തു മാർഗത്തെ ക്രിസ്തു മതമാക്കി കളഞ്ഞു. ക്രിസ്തു മതവും മറ്റു മതങ്ങളും ഇല്ല. ഇത് മതമല്ല. മതമാക്കിയത് സാത്താന്റെ വലിയൊരു തന്ത്രമാണ്. അതാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ക്രിസ്തു മതത്തിന്റെ അടയാളം കുരിശാണ്, ക്രൂശാണ്. എന്നാൽ ക്രിസ്തു മാർഗത്തിന്റെ അടയാളം ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 35-ാമത്തെ വാക്യം. യോഹന്നാൻ 13:35 യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങൾ പോയി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവചനങ്ങളും ഒക്കെ നടത്തുമ്പോഴല്ല ജനം നിങ്ങൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്ന് അറിയുന്നത്. നിങ്ങൾക്ക് തമ്മിലുള്ള ദൈവസ്നേഹം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് ദൈവസ്നേഹമില്ലെങ്കിൽ, അവിടുത്തെ അഗപ്പേ ലവാണ്, ദൈവസ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. സകല മർമ്മവും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കത വിശ്വാസം ഉണ്ടായാലും എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും ദൈവ സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അപ്പോൾ ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ ഹൃദയങ്ങളിൽ തരുന്നത്. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നന്നായി മനസ്സിലാക്കണം. വീണ്ടും നമുക്കൊരു തിരുവചനം കൂടെ വായിക്കാം. യെരമ്യാ പ്രവചനം 8:7 മുതൽ. യെരമ്യാ പ്രവചനം 8-ാം അധ്യായം 7 മുതൽ. ആകാശത്തിലെ പെരിഞ്ഞാറ തന്റെ കാലം അറിയുന്നു. പക്ഷിയും കൊക്കും
മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. ഇതെല്ലാം ദേശാടന പക്ഷികളാണ്. കാലാവസ്ഥ മാറുമ്പോൾ അവരുടെ ദേശത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. പിന്നെ ഇവിടെ കാലാവസ്ഥ മാറുമ്പോൾ അതിനറിയാം മടങ്ങി വരാനുള്ള സമയമായെന്നറിയാം. എന്റെ ജനമോ ജാതികളല്ല, എന്റെ ജനം, ദൈവജനമെന്ന് അവകാശപ്പെടുന്നവർ, എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. കാരണം അവർ പറയുന്നത് ഞങ്ങൾ ജ്ഞാനികളാണ്, യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കലുണ്ട്. ദൈവം ചോദിക്കുന്നത് അങ്ങനെ നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? കാരണം എന്ത്? ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. അപ്പോ കള്ള എഴുത്തുകോൽ എന്താണ്? ദുർവ്യാഖ്യാനങ്ങൾ. ദൈവശാസ്ത്രം ഇന്ന് വികലമാക്കപ്പെട്ടു, ആധുനികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ അറിയാനല്ല, മറ്റു പല രീതിയിൽ അതിൻ്റെ സാംസ്കാരിക പശ്ചാത്തലം, സാമൂഹിക പശ്ചാത്തലം, ചരിത്ര പശ്ചാത്തലം ഇതെല്ലാം അറിയുന്നത് നല്ലതാണ്. പക്ഷേ ഇത് ദൈവത്തിൻ്റെ വചനം നമുക്ക്, അതായത് ദൈവം നമുക്ക് നൽകുമ്പോൾ അതിലൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. 2 തിമോഥെയോസ് 3-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. ദൈവത്തിന്റെ വചനം ദൈവം നമുക്ക് നൽകിയത്, വചനം ജഡമായി തീർന്നത് നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാനാണ്. മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ടവനാണ്. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. പാപത്തിന്റെ ശമ്പളമായ മരണം അവരുടെ ആത്മാവിൽ വാഴുകയാണ്. ദൈവത്തിന്റെ കൃപാവരമാണ് നിത്യജീവൻ. യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ പൗലോസ് ഉറപ്പിച്ചു പറയുകയാണ്. റോമർ 3:23. അപ്പോൾ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്, അതാണ് എൻ്റെ പർപ്പസ്. മനുഷ്യൻ രക്ഷിക്കപ്പെടണം, ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. പക്ഷേ ഇന്ന് ദൈവശാസ്ത്രം രക്ഷ എന്താണ്, ശിക്ഷ എന്താണ്, പാപം എന്താണ്, പിശാച് എന്താണ്, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. മറ്റേതോ ചില മേഖലകളിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ആർക്കും ഒന്നും മനസ്സിലാകാത്ത. അതുകൊണ്ടാണ് ഞാൻ ദൈവശാസ്ത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം ഒരു ലിസ്റ്റ് ഞാൻ പറഞ്ഞത്. യേശു കർത്താവ് അന്നത്തെ ദൈവശാസ്ത്രജ്ഞന്മാരെ നോക്കി വിളിച്ചത് നമ്മൾ ശ്രദ്ധിക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 52-ാം വാക്യം. ലൂക്കോസ് 11:52. ന്യായശാസ്ത്രിമാരാ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. നിങ്ങൾ തന്നെ കടന്നില്ല, കടക്കുന്നവരെ തടുത്തും കളഞ്ഞു. നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നാണ് പറഞ്ഞത്. പരിജ്ഞാനത്തിന്റെ, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ താക്കോൽ അവരുടെ കയ്യിലായിരുന്നു. അവരങ്ങ് സൂക്ഷിച്ചു വെച്ചിരിക്കുക. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം പോലും സാധാരണക്കാർക്ക് ലഭിച്ചിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അതൊരു ക്രിസ്തു മതത്തിന്റെ അധികാരത്തിലായിരുന്നു. അതുകൊണ്ടാണ് അവർ പറയുന്നത് സഭയാണ് വചനം നൽകിയത്. ആദ്യമുണ്ടായത് സഭയാണ് ജനത്തിന് വചനം നൽകിയത്. ഇല്ല, ആദ്യം ഉണ്ടായത് വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം മാംസം ധരിച്ചു, ഇടം ധരിച്ചു വന്നു. പരിശുദ്ധാത്മാവിൽ ആ വചനം ശക്തിയോടെ അഭിഷേകം പ്രാപിച്ച അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ചു. വചനത്തിൽ വേരൂന്നിയാണ് സഭ വളർന്നത്. പുസ്തകമല്ല, പുസ്തകം പിന്നെ ഉണ്ടായി കാണും. പക്ഷെ പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കപ്പെട്ടു ആ ജീവന്റെ വചനം. അപ്പോൾ യേശു കർത്താവ് അന്നത്തെ
തിയോളജിയൻസിനെ നോക്കി കർത്താവ് പറഞ്ഞാണ്, ന്യായശാസ്ത്രിമാരാ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ കടന്നിട്ടില്ല, മറ്റുള്ളവരെ നിങ്ങൾ കടക്കുവാൻ സമ്മതിക്കുന്നതുമില്ല. അപ്പൊ ദൈവത്തെ അറിയുക. ദൈവം സകല ജഡത്തിൻ്റെയും ദൈവമാണ്, പക്ഷേ ദൈവമക്കളുടെ പിതാവാണ്. ഇതെനിക്ക് കർത്താവ് പ്രകാശിപ്പിച്ച് തന്നപ്പോഴേ എനിക്ക് ഈ കാര്യം മനസ്സിലായുള്ളൂ. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമല്ലോ. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 27-ാം വാക്യം നമുക്കറിയാം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. സകല ജഡത്തിൻ്റെയും ദൈവമല്ലോ, എന്നാൽ എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവം സകല ജഡത്തിൻ്റെയും ദൈവം, പക്ഷേ ദൈവമക്കളുടെ പിതാവാണ്. ദൈവമക്കളുടെ പിതാവാണ്. അതാണ് യേശു കർത്താവ് വന്ന് ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളാകാനാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്, വിശ്വാസികളാകാനല്ല. ക്രിസ്തു മതം പറയുന്നത് ക്രിസ്തു മത വിശ്വാസികൾ ഇല്ല, നാം മക്കളാണ്. ആ മക്കൾക്കുള്ള ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. 1 പത്രോസ് 1:15, ഞങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവിനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോ വിശ്വാസികളായിരിക്കാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, വിശ്വാസത്തിൽ നിന്നത് വിശുദ്ധിയിലേക്ക് വളരണം. വിശുദ്ധന്മാരാണ് കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നതും രൂപാന്തരപ്പെടുന്നതും, വിശ്വാസികളല്ല. അപ്പോൾ ഇത് ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവം സ്നേഹമാണ്, പക്ഷെ ഒരിടത്തും ദൈവം സ്നേഹം എഴുതിയിട്ടില്ല. പക്ഷെ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവിടുന്ന് സൽഗുണപൂർണനാണ്, അവിടുന്ന് വെളിച്ചമാണ്. അപ്പോൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുക, അനുസരിക്കേണ്ടതുപോലെ അനുസരിക്കുക. അപ്പോസ്തലനായ പൗലോസ് നമുക്കറിയാം തികഞ്ഞ ഒരു മത തീവ്രവാദിയായിരുന്നു. പക്ഷേ ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ചാണ് താൻ ദൈവത്തെ രുചിച്ച് അറിഞ്ഞു തുടങ്ങിയത്. ദമാസ്കസിന്റെ പടിവാതിക്കൽ സൂര്യപ്രകാശത്തെ വെല്ലുന്ന പ്രകാശം ചുറ്റിമിന്നി താൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴുമ്പോൾ ചോദിച്ച ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? എന്റെ മേൽ കർത്തൃത്വം നടത്തിയ നീ ആരാണ്? എന്റെ ആരോഗ്യവും എന്റെ പാണ്ഡിത്യവും എന്റെ ശക്തിയും എന്റെ ബുദ്ധിയും എല്ലാം ഒന്നുമില്ലാതാക്കി തീർത്ത നീ ആരാണ്? നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാണ് ഞാൻ. പൗലോസിന്റെ ആ ചോദ്യം ഒരു കത്തുകൊണ്ട് ദൈവസഭയെ മുടിക്കുവാനായി ഇറങ്ങി പുറപ്പെട്ട പൗലോസിനെ കൊണ്ട് ദൈവസഭയെ ദൈവവിശ്വാസത്തിലും വിശുദ്ധിയിലും പ്രത്യാശയിലും ഉറപ്പിക്കുവാനായി 14 കത്തുകൾ എഴുതുവാൻ ദൈവം ഉപയോഗിച്ചു. നോക്കുക, തൻ്റെ ആ സുവിശേഷത്തിന്റെ പ്രസന്റേഷൻ 2 ഭാഗങ്ങൾ അത് ദൈവം പ്രകാശിപ്പിച്ചത് വായിക്കുവാൻ ആഗ്രഹിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 15 മുതൽ 17 വരെ താൻ എപ്രകാരമാണ് അത് ദൈവത്തിന്റെ സുവിശേഷം പ്രസന്റ് ചെയ്യുന്നത് നോക്കാം. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾ അതിന്റെ മുൻഭാഗത്ത് വായിക്കണം. ലുസറയിൽ എൻപനാൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യന് ദൈവം അത്ഭുതകരമായ സൗഖ്യം കൊടുത്തു. ജനമെല്ലാം ആവേശത്താൽ ഇളകി. ദൈവം മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇവരുടെ മുമ്പിൽ യാഗം കഴിക്കുവാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് അവർ വസ്ത്രം കീറി, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഞങ്ങൾ നിങ്ങളെപ്പോലെ ഒരു പച്ച മനുഷ്യരാണ്. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. അവർ വലിയ ഭക്തരാണ്.
പക്ഷെ അവർ ലോക്കലായിട്ടുള്ള ഏതോ ഒരു നേരത്തെ പറഞ്ഞ ശക്തിയെ അവർ ആരാധിക്കുന്നു. പിശാചിനും അവന്റെ ദൂതന്മാരും ഉണ്ടല്ലോ. അപ്പോൾ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവനുള്ള സകലത്തെയും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണം. സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. എങ്കിലും നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ എന്ന് പറഞ്ഞ് ദൈവം അനുവദിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ച് കഴിഞ്ഞ ഒരു കാലമുണ്ട്. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തുനിന്നും മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്ത് പോന്നതിനാൽ നോക്കണേ. അപ്പോ ദൈവം എല്ലാവർക്കും നല്ലവനാണ്. പള്ളിയിൽ പോകുന്നതിനും പോകാതിരിക്കുന്നതിനും ക്രിസ്ത്യാനി അല്ലാത്തവർക്ക് എല്ലാം ദൈവം നന്മ ചെയ്യുന്നു. ദൈവം സൽഗുണ സമ്പൂർണനാണ്. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്നു. എല്ലാവർക്കും മഴ നൽകുന്നു, ആഹാരം നൽകുന്നു, ജീവനെ നൽകുന്നു, അത്ഭുതകരമായ വിടുതലുകൾ നൽകുന്നു, അത്ഭുതകരമായ സൗഖ്യം നൽകുന്നു. ഇനി വായിക്കാം. തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ അതിനെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. ദൈവം ആരാണെന്ന് അതെല്ലാം ഒരു സാക്ഷ്യമായിരുന്നു. എങ്ങനെയെല്ലാം ജീവിച്ചെങ്കിലും ദൈവം നന്മയായിട്ടുള്ള പല കാര്യങ്ങളും തന്നിരുന്നു. അടുത്ത് അവർ ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ അങ്ങനെ തടുത്തു. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ പറഞ്ഞാലും ആ ജനത്തിന്റെ അവസ്ഥ കണ്ടോ. പൗലോസിനെ ഇക്കോന്യയിൽ നിന്നും അന്ത്യോക്യയിൽ നിന്നും എല്ലാം ജനം വന്ന് പൗലോസിനെ കല്ലെറിഞ്ഞു കൊന്നൂന്ന്, ചത്തു എന്നാണ് അവർ വിചാരിച്ചത്. വലിച്ചെരച്ചോണ്ടിട്ടു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ, കാരണം പൗലോസല്ലേ പ്രസംഗിച്ചത്, കൂടെയുള്ള ശിഷ്യന്മാർ ചുറ്റി നിൽക്കുകയിൽ വെറുതെ അവർ ചുറ്റി നിന്നില്ല. അവർ ചുറ്റി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ് നേരെ മെഡിക്കൽ കോളേജിൽ പോയെന്നല്ല, ദർബയ്ക്ക് പോയി അവിടെ ചെന്ന് സുവിശേഷം അറിയിച്ചു. വീണ്ടും താൻ മടങ്ങി വന്നിട്ട് അവിടെ ഈ വിശ്വാസത്തിലേക്ക് വന്നവരെ അവർ ഉറപ്പിക്കുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? 30-31 വാക്യങ്ങൾ. അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 17 വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 17:26 മുതൽ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാനായി ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഓരോരുത്തരും എവിടെയാണ് ജനിച്ച് വളരേണ്ടത്, എവിടെയൊക്കെ പോകണമെന്നുള്ള ദൈവമാണ് അതിൽ നിശ്ചയിക്കുന്നത്. ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. ദൈവത്തെ അന്വേഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് നമ്മൾ തുടക്കത്തിൽ വായിച്ചത്. ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ദൈവത്തിന്റെ മുമ്പിൽ ബുദ്ധിമാൻ. ദൈവം സൃഷ്ടിച്ച പലതിനെയും കണ്ടുപിടിക്കുന്നവരാണ് ലോകത്തിലെ ബുദ്ധിമാന്മാർ, ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നത്. പക്ഷെ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയവനാണ് ബുദ്ധിമാൻ. അപ്പൊ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുമോ എന്ന് ദൈവം വിചാരിച്ചു. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല, ദൈവം ആർക്കും അകന്നിരിക്കുന്നവനല്ല. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിന്റെ സന്താനമെന്ന് വരികയും ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊന്ന്, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യമെന്ന് നിരൂപിക്കുന്നതല്ല. ദൈവം വിഗ്രഹങ്ങളോട് സദൃശ്യമാക്കരുത്. ദൈവം ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് വിഗ്രഹാരാധന. ദൈവത്തെ മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതല്ല ദൈവം. ദൈവം അത് ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമല്ല. ദൈവം അക്ഷയനാണ്, ദൈവം തേജോമയനാണ്. അതുകൊണ്ട് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം അങ്ങ് ലക്ഷ്യമാക്കാതെ ദൈവം കണക്കിലെടുക്കുന്നില്ല. നിനക്ക് അറിഞ്ഞുകൂടായിരുന്നു, എനിക്ക് ഞാൻ അറിവില്ലായ്മയിൽ ചെയ്തു പോയി എന്ന് ആരേറ്റു പറയുന്നുവോ, ജീവനുള്ള സത്യ ദൈവത്തെ വിട്ട് മറ്റു പലതിലേക്കും പോയി അവിടെയൊക്കെ നേർച്ചകൾ നേർന്ന് അവിടെ നിന്ന് അനുഗ്രഹം കിട്ടുമെന്നൊക്കെ വിചാരിച്ച് പല ബന്ധനങ്ങൾ അകപ്പെട്ട് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം,
അത് അറിയായ്മയുടെ കാലത്തിൽ അത് ചെയ്തു പോയി. പക്ഷെ അത് ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ ദൈവം അത് കണക്കിലെടുക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവം കൽപ്പിക്കുന്നത് മനുഷ്യരോടാണ്. ദൈവം ക്രിസ്ത്യാനിയല്ല. ദൈവം സകലയിടത്തിന്റെയും ദൈവമാണ്. ദൈവം സംസാരിക്കുന്നത് മനുഷ്യനോടാണ്. മനുഷ്യർ ജീവനുള്ള സത്യ ദൈവത്തെ അറിയണം. അറിഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കണം. കാരണം എന്താണ്? ഒരു ന്യായവിധിയുണ്ട്. നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ് ദൈവം. ജീവിതം കൊണ്ട്, ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് ജീവിതം തീരുന്നില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. അതാണ് അടുത്ത് പറയുന്നത്. അവൻ ലോകത്തെ നീതിയോടെ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ ഉറപ്പെന്താണ്? യേശു ക്രിസ്തു മരിച്ചു നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകി. യേശു മരിച്ചെന്ന് പോയി കുഴപ്പമില്ലായിരുന്നു. ലോകത്തുള്ള സകല മനുഷ്യരും മരിച്ചു, ചിലപ്പോൾ ജീവിച്ചിട്ട് വീണ്ടും മരിച്ചു പോയി. പക്ഷെ യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, വീണ്ടും മരിച്ചിട്ടില്ല. അവൻ സ്വർഗത്തിലേക്ക് പോയി. താൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഇന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. യേശു കർത്താവിന്റെ ഈ ഭൂമിയിലെ ആഗമനത്തെക്കുറിച്ച് ഏദേൻ തോട്ടത്തിൽ വെച്ച് പിതാവായ ദൈവം ആദാമിനെ ഹവ്വയെ സാക്ഷി നിർത്തി പിശാചിനോട് പറഞ്ഞിട്ട് 1500 വർഷം കഴിഞ്ഞാണ് അത് എഴുതാനായിട്ട് ഇടവന്നത്. മോശയാണ് പിന്നെ അത് എഴുതുന്നത്. ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ. വീണ്ടും 1500 വർഷം കഴിഞ്ഞാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചത്. 1500 3000 വർഷം. യേശു കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 2000 വർഷം ആയിട്ടുള്ളൂ. അത് 3000 വർഷം കഴിഞ്ഞാലും 4000 വർഷം കഴിഞ്ഞാലും അത് സംഭവിക്കും. മനുഷ്യന്റെ ദൃഷ്ടിയിലാണ് ഇതെല്ലാം 1000 വലിയ നീണ്ട കാലഘട്ടം. നിശ്ചയമായും ക്രിസ്തു വരും, ഭൂമിയെ ന്യായം വിധിക്കും. അതുകൊണ്ട് ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ അനുസരിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ദൈവങ്ങളെക്കുറിച്ചും അറിയുക. ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ ദൈവങ്ങളെക്കുറിച്ചറിയണം. പെട്ടെന്ന് ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞ് ഇത് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ദൈവം ഹബക്കൂക്ക് 1:11. ഹബക്കൂക്ക് 1:11 അവിടെ പറയുന്നു ദുഷ്ടൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഹബക്കൂക്ക് 1:11. സ്വന്തം ശക്തിയല്ലോ അവന് ദൈവം. വാക്യം മുഴുവനും വായിക്കണേ. അവൻ കാറ്റുപോലെ അടിച്ച് കടന്ന് അതിക്രമിച്ച് കുറ്റക്കാരനായി തീരും. സ്വന്തം ശക്തിയല്ലോ അവന് ദൈവം. കാറ്റുപോലെ അടിച്ചു കയറി അതിക്രമിച്ച് കയറി കുറ്റക്കാരനായി തീരും. കാരണം എന്താ? അവന് സ്വന്തം ശക്തിയാണ് അവന്റെ ദൈവം. ദുഷ്ടന്റെ ദൈവം സ്വന്തം ശക്തിയാണ്. അവന്റെ ബുദ്ധിശക്തി, അവന്റെ ആരോഗ്യം, അവന്റെ പണത്തിന്റെ ശക്തി, അവന്റെ ജനസ്വാധീനം, ജനത്തിന്റെ ശക്തി, എന്തൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ദുഷ്ടന്റെ ദൈവം അവന്റെ സ്വന്തം ശക്തി. രണ്ടാമത്തെ ദൈവം ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. ഗലാത്യർ 4:8. അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവയ്ക്ക് അടിമപ്പെട്ടിരുന്നു. സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവ. ദൈവം എന്ന് പറയുമ്പോൾ ദൈവം പരിശുദ്ധനായിരിക്കണം, ദൈവം നീതിമാനായിരിക്കണം, ദൈവം നിത്യനായിരിക്കണം, ദൈവം സർവ്വവ്യാപിയായിരിക്കണം, സർവജ്ഞാനിയായിരിക്കണം, സർവ അധികാരിയായിരിക്കണം, സർവശക്തനായിരിക്കണം. പക്ഷേ ഇന്ന് ആളുകൾ സേവിക്കുന്ന പലതും ലോക്കലാണ്. മാത്രമല്ല അവരുടെ സ്വഭാവം, വിശുദ്ധി എന്ന് പറയുന്നത് അവിടെ ഇല്ല. വിശുദ്ധി അവിടെ ഇല്ല. പരസ്പരം അത് പിണക്കവും അസൂയയും ഇതിനെല്ലാം ഉപോദ്വേഗമായ സംഗതികളാണുള്ളത്. അപ്പോൾ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവ. 2 കൊരിന്ത്യർ 4:4 ഈ ക്ലാസ്സിലുള്ള പലപ്പോഴും കേട്ടിട്ടുള്ള ഭാഗമാണ്. 2 കൊരിന്ത്യർ 4:4
ദൈവത്തിന്റെ ഇമേജായ, ദൈവത്തെ കണ്ടവൻ, യേശു പറഞ്ഞു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ഇമേജായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. 1 യോഹന്നാൻ 5:18 സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഇപ്പോഴും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ ദൈവമക്കളായി ജ്വലിച്ച് പ്രകാശിക്കാനാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ തന്നെ പിന്നെയും പറയുന്നു, 1 യോഹന്നാൻ 4:4 നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ, വലിയവനല്ലോ. ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 18-19 മറ്റൊരു ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ ഞാൻ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായ കാര്യങ്ങൾ അവർ അഭിമാനിക്കുന്നു, അവർ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുന്നു, വയറിനെ മാത്രം അവർക്ക് പ്രാധാന്യം നൽകുന്നു, വയറ്റിപ്പഴപ്പിനുള്ളവരെ. അവരെ തിരിച്ചറിയാൻ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവർ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുന്നു, ലജ്ജാ കാര്യങ്ങൾക്ക് അഭിമാനം തോന്നുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ മറ്റു ചില കാര്യങ്ങളൂടെ അവിടെ പറയുന്നുണ്ട്. പെട്ടെന്ന് അതും കൂടെ നോക്കാം. റോമർക്ക് ലേഖനം 16-ാം അധ്യായം 17-18 വാക്യങ്ങൾ. റോമർ 16, 17, 18. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമ്മുടെ പഠിച്ചാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ജസ്റ്റ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അത് മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ മഹത്വം കാണുകയില്ല, ഉള്ള വിശ്വാസം കൂടെ പോകും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ തങ്ങളുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞുകൊണ്ട് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പൊ അന്നത്തെ കാലത്തും ഈ ചക്കരവാക്കൊക്കെ ഉണ്ടായിരുന്നെന്നാണ്. പാവപ്പെട്ടവരെ വഞ്ചിക്കാനായി, വശീകരിക്കാനായി. ശ്രദ്ധിക്കണം, സാത്താൻ വളരെ തന്ത്രശാലിയായി ദൈവമെന്ന് നടിച്ച് ഇന്ന് അനേക മനുഷ്യരെ അവന്റെ ശുശ്രൂഷക്കാരായി അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരാത്മാവ്. ദൈവവചനം പഠിക്കാത്തത് മൂലം എല്ലായിടത്തും ആവശ്യക്കാരെല്ലായിടത്തും ഓടുകയാണ്. ഒടുവിൽ വഞ്ചിക്കപ്പെടുന്നു, ഒടുവിൽ നിരാശപ്പെടുന്നു. എന്തോ ചിലതെല്ലാം കിട്ടി, പക്ഷെ കിട്ടേണ്ടത് കിട്ടിയില്ല, നിത്യജീവനെ കിട്ടിയില്ല. മരണത്തിനപ്പുറമായ ആ പ്രത്യാശയിൽ സന്തോഷിക്കാനായി കഴിയുന്നില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രാർത്ഥന കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരട്ടെ. എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. അപ്പൊ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവ് ദൈവം തരണം. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോസ്തലനായ പൗലോസും പറയുന്നു, അത് അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധനവ് വരുത്തുന്നു. ദൈവത്തെ സ്നേഹിക്കാം. ദൈവികമായ വെളിപ്പാടും ആ ദൈവികമായ ജ്ഞാനവും, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും.
ഹൃദയദൃഷ്ടി പ്രകാശിക്കും, ആത്മീക കണ്ണുകൾ പ്രകാശിക്കും. അവിടെ കൊണ്ട് തീരുന്നില്ല. അങ്ങനെ നമ്മുടെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും അറിയുവാൻ കഴിയും. പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാണ് അളവറ്റ ശക്തി. യേശു കർത്താവ് മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. സകല മുദ്രകളെയും സകല സീലുകളെയും പൊട്ടിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. ലോകത്തിൻ്റെ ഏത് സീലാകട്ടെ, ഏത് മുദ്രയാകട്ടെ, അതെല്ലാം തകർക്കുന്ന പുനരുദ്ധാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മാറ്റം വരട്ടെ. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് മാത്രം പ്രാർത്ഥിക്കാതെ, കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ, അങ്ങയെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ എനിക്ക് നൽകണമേ, എൻ്റെ ഹൃദയദൃഷ്ടി അത് അധികം പ്രകാശിക്കട്ടെ, എൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് ഞാൻ അറിയട്ടെ, എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ, എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ മഹത്വവും ആ അളവറ്റ ഭൂമിയിലുള്ള എല്ലാ ശക്തികളും അളക്കാൻ പറ്റും, പക്ഷേ ദൈവത്തിൻ്റെ ശക്തി അളക്കാൻ പറ്റില്ല. മിന്നലിൻ്റെ പോലും ചില അളക്കുന്നു എന്ന് പറയുന്നു, ഇത്ര മെഗാവാട്ടെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ ശക്തി ആർക്കും അളക്കാൻ കഴിയത്തില്ല, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന. അപ്പോൾ അപ്രകാരം അങ്ങ് അറിയുന്ന